സ്നേഹമായ നമസ്കാരം. ഗണകോത്സവം എന്ന പേരിൽ പെരുമ്പാവൂരിൽ 20 വർഷം പൂർത്തിയാക്കി സംഘടനയുടെ ഒരു മഹോത്സവമായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ കാലാവസ്ഥ തീർച്ചയായും നമുക്ക് പ്രതികൂലമാണ്. എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തു നിന്നും ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. പക്ഷേ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം പരിപാടികൾ വെച്ചതുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ വന്ന് പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഗണക മഹാസഭ അല്ലെങ്കിൽ ഗണകർ എന്ന് പറയുന്ന വിഭാഗം പല പേരുകളിൽ കണിയാന്മാര് അല്ലെങ്കിൽ കണിശർ, കളരിക്കുറുപ്പ്, കളരി, പണിക്കർ തുടങ്ങിയിട്ടുള്ള പേരുകൾ, ഗണകന്മാരെന്നുള്ള പേരുകൾ ഒക്കെ വിവിധ പേരുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ ചെറുതായിട്ടൊന്നും അതിന്റെ പശ്ചാത്തലം നോക്കിയപ്പോഴും ഒന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇത്രയും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സമൂഹം ഗണകന്മാരെ പോലെ മറ്റൊരാളെയും കാണാൻ സാധ്യമില്ല എന്നുള്ളതാണ്. ചരിത്രകാലം മുതൽ, പഴയ ചരിത്രം മുതൽ പരിശോധിച്ചാൽ 1 ജ്യോതിഷം, 2 വൈദ്യം, ഈ 2 മേഖലകളിൽ നമ്മുടെ സമാജത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമാജമാണ്, ഒരു സമൂഹമാണ് ഗണക സമൂഹം. ആ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ടാണ്, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ ഗണകസഭയെ പ്രതിനിധീകരിച്ചു, ഗണക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 പേര് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഗണക സമൂഹത്തിന് കിട്ടിയ അംഗീകാരമായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി മെമ്പറായിരുന്നു, ശ്രീമൂലം പ്രജാസഭയിൽ കണ്ടൻകുമാരൻ മെമ്പറായിരുന്നു, ശ്രീമൂലം പ്രജാസഭയിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരുപാട് പേര് മെമ്പർമാരായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ ഗണക സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 2 തവണ 2 പേര് അംഗങ്ങളായി ഈ സമൂഹത്തിന് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ തോതിലുള്ള പിന്നോട്ടടി ഈ സമൂഹത്തിന് സംഭവിച്ചിട്ടില്ലേ എന്നൊരു ആത്മവിശ്വാസം നടത്തേണ്ടത്. ആ പിന്നോട്ടടി ഗണക സമൂഹത്തിന് മാത്രം സംഭവിച്ചതല്ല, മൊത്തം ഹിന്ദു സമൂഹത്തിന് സംഭവിച്ചതാണ്. നമ്മളെല്ലാം ഓരോ ചെറിയ തുരുത്തുകളായിട്ട് എങ്ങനെ കഴിയും, ചെറിയ തുരുത്തുകളായിട്ട് കഴിയും. ഇവിടെ നമ്മളെ എല്ലാവരുടെയും വേദന എന്താ? ഇവിടെ ഇപ്പോ മന്ത്രി വന്നില്ല, പ്രതിപക്ഷ നേതാവ് വന്നില്ല, സമൂഹമായി. അപ്പൊ ആദ്യം ഞാൻ ഹിന്ദു, ഫസ്റ്റ് ഐ ആം ഹിന്ദു, ദെൻ ആഫ്റ്റർ ഞാൻ ഏതെങ്കിലും ഒരു ജാതി സംഘടനയുടെ ആള്, നായരാവാം, നമ്പൂതിരിയാവാം, ഗണകനാവാം, ഈഴവനാവാം, പുലയനാവാം, പറയനാവാം, ആരും ആകട്ടെ, ഞാൻ ആദ്യം ഹിന്ദു ആണെന്ന് പറയാൻ പറ്റണം. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ വർഗീയമാണെന്നാണ്. ഇവിടെ മുസ്ലിം ആണെന്ന് ഒരാൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല, കാരണം അത് മതേതരാണ്. മുസ്ലിമിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയുണ്ട്. ആ രാഷ്ട്രീയ കക്ഷി അടുത്ത കാലത്ത് വഖഫിന്റെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിം സമുദായത്തിന്റെ